ഉണ്ണിക്കുട്ടനോട് ഫോണിൽ സംസാരിച്ചതിനു ശേഷം രാഹുൽ ചെന്ന് ചായ കുടിച്ചു. "അമ്മേ, അമ്മ എവിടാ?" അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. "ഞാൻ കുളിമുറിയിലാടാ, കുളിക്കുവാ," അമ്മ ഉറക്കെ പറഞ്ഞു. "ആ ശരി." അങ്ങനെ അവൻ ചായ കുടിച്ചു കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് ചെന്നു. "മീനു ചേച്ചിക്ക് മെസ്സേജ് അയച്ചാലോ?" "ഏയ്, അല്ലെങ്കിൽ വേണ്ട." അവൾ വീണ്ടും മറ്റേ വർത്താനം തുടങ്ങും. അവൻ അത് ചിന്തിച്ചതും പെട്ടെന്ന് അവന്റെ മനസ്സിൽ വേറെ ചിന്തയും വന്നു. "ഹോ, എന്നാലും താൻ എത്ര പെട്ടെന്നാണ് മീനുവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്? മുൻപൊക്കെ മീനുവിനെ ഒന്ന് പാട്ടിലാക്കാൻ താൻ പെട്ട പാട്, ഹോ!" എന്നിട്ട് അവസാനം അവൾ വീണപ്പോൾ കുറച്ചു കഴിഞ്ഞ് തനിക്ക് മടുത്തു തുടങ്ങി. "എന്നാലും ഇതത്ര ശരിയാണോ?" "ഹോ, പിന്നല്ല. മനുഷ്യന്മാരാകുമ്പോൾ പിന്നെ മടുക്കില്ലേ?" അങ്ങനെ അവന്റെ മനസ്സിൽ കൂടി പല ചിന്തകളും കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ സോഫയിലിരുന്ന് TV കാണാൻ തുടങ്ങി. ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞു. പെട്ടെന്ന് അമ്മ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടു. മാക്സിയാണ് വേഷം. അവൻ അമ്മയെ തന്നെ നോക്കി. "എന്താടാ, ചായയും കടിയും കഴിച്ചു കഴിഞ്ഞോ?" അമ്മയുടെ ചിരിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ട് അവൻ പറഞ്ഞു. "ആ, കഴിച്ചു അമ്മേ." എന്താ, കടി ഇഷ്ടമായോ?" വീണ്ടും ഒരു ചിരിയോടെ അമ്മയുടെ ചോദ്യം. "ആ, ഇഷ്ടമായി അമ്മേ. എന്തായാലും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മ മനസ്സിലാക്കി എല്ലാം വാങ്ങിയല്ലോ. ഞാൻ ഹാപ്പിയായി." അവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഉം. അമ്മ ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു. അപ്പോൾ രാഹുലിന്റെ മനസ്സിലൂടെ പല ചിന്തകളും മിന്നിമറയുകയായിരുന്നു. അങ്ങനെ പിറ്റേന്ന് അവൻ കോളേജിൽ പോകാനിറങ്ങി. പതിവ് പോലെ മീനു വരുന്ന റോഡിൽ കാത്തുനിന്നു. പെട്ടെന്ന് മീനു പതിയെ നടന്നു വരുന്നത് കണ്ടു. അവൻ അവളെ തന്നെ നോക്കി. അന്ന് അവൾ പതിവിലും സുന്ദരിയായതുപോലെ അവന് തോന്നി. അല്പം ദൂരെ നിന്ന് അവനെ കണ്ടപ്പോൾ തന്നെ അവൾ ചിരിക്കാൻ തുടങ്ങി. "ആഹാ, ഇന്ന് പുതിയ ചുരിദാറൊക്കെ ഇട്ട് നല്ല ലുക്കിലാണല്ലോ," അവൻ ഒരു ചിരിയാലെ പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്." എന്താ?" "നമ്മൾ ഇന്ന് കറങ്ങാൻ പോകുന്നു." മീനു പറഞ്ഞത് കേട്ട് അവൻ അവളെ നോക്കി. "എടി, കറങ്ങാനോ? അപ്പോ എനിക്ക് കോളേജിൽ പോകണ്ടേ?" "ഓ, ഒരു ദിവസം ലീവ് എടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല," അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. "എടി, അതല്ല. അപ്പൊ നിനക്ക് ഓഫീസിൽ പോകണ്ടേ?" സംശയത്തോടെയുള്ള രാഹുലിന്റെ ചോദ്യം. അത് ഞാൻ നിന്നോട് പറയാനിരിക്കുവായിരുന്നു. ഞാൻ ഇനി അവിടെ ജോലിക്ക് പോകുന്നില്ല." അത് കേട്ട് ഒരു ഞെട്ടലോടെ അവൻ അവളെ നോക്കി. "എന്തോ നാടി ഇങ്ങനെ?" "ഹാ, അതേടാ. ഞാൻ ഇന്നലെ രാത്രി മാനേജറെ വിളിച്ച് നല്ലോണം ചീത്ത പറഞ്ഞു. ഇനി അവിടെ വരുന്നില്ലെന്നും പറഞ്ഞു." "ശ്ശേ, എന്നാലും നീ എന്തിനാ മീനു അങ്ങനെയൊക്കെ ചെയ്തേ? ഉണ്ണി കാരണം?" "അല്ല, ഞാനും ഉണ്ണിയും കാരണമല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നത്, അല്ലേ?" രാഹുൽ നിരാശയോടെ പറഞ്ഞു. "ഏയ്, സത്യത്തിൽ അതൊന്നുമല്ലടാ. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാൻ നിൽക്കുവായിരുന്നു. ഞാൻ അവിടെ ജോയിൻ ചെയ്തത് മുതൽ അവിടുത്തെ മാനേജർ എന്നോട് നല്ല പെരുമാറ്റവും പഞ്ചാര വർത്താനവുമൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ അയാളുടെ വലയിൽ വീഴുന്നില്ല എന്ന് അയാൾ മനസ്സിലാക്കിയതിന് ശേഷം മുതൽ പിന്നെ അയാൾ എന്നോട് മോശം പെരുമാറ്റമായിരുന്നു. എന്നിട്ട് വീണ്ടും ഇടയ്ക്കിടെ അയാൾ ട്രൈ ചെയ്ത് കൊണ്ടേയിരിക്കും എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ, ഞാൻ അയാളുടെ വലയിൽ വീഴാൻ റെഡിയായോ എന്നറിയാൻ വേണ്ടി. പക്ഷേ ഞാൻ അപ്പോഴും എൻ്റെ നിലപാടിൽ എൻ്റെ കാര്യം മാത്രം നോക്കി നിന്നു. അങ്ങനെ വീണ്ടും അയാൾ മോശം പെരുമാറ്റം തുടങ്ങും. എന്തെങ്കിലും അത്യാവശ്യത്തിന് ലീവ് ചോദിച്ചാൽ വരെ അയാൾക്ക് ലീവ് തരാൻ ഭയങ്കര മടിയാണ്. എൻ്റെ അമ്മോ, കുറെ ചീത്തവിളി കേട്ടിട്ടാണ് ഒരു ലീവെങ്കിലും കിട്ടാറ്. പലപ്പോഴും ലീവ് കിട്ടാറുമില്ല. പിന്നെ ഞാൻ ചെയ്ത പല വർക്കിനും അയാൾ എന്തെങ്കിലും ഒരു കാരണമൊക്കെ കണ്ടുപിടിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു അയാൾ. ഇന്നലെയാണ് ഞാനൊന്ന് സമാധാനത്തോടെ ഉറങ്ങിയത്. അയാളെയും അയാളുടെ കുടുംബത്തിലെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് അയാളോട് നല്ലോണം സംസാരിച്ചു. അയാൾക്ക് നന്നായി ബോധിച്ചപ്പോൾ കോൾ കട്ട് ചെയ്ത് ഓടി. അതും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു. "എടീ, നിനക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നീ പിന്നെന്തിനാ അവിടെ ഇത്രയും കാലം ജോലി ചെയ്തത്? ആദ്യം തന്നെ നിനക്ക് ഒഴിവാക്കി പോരാമായിരുന്നില്ലേ?" രാഹുലിന്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു. "എടാ, ജോലി എങ്ങനെ ഒഴിവാക്കാനാടാ? അപ്പോൾ ഞാനാകെ ഒറ്റപ്പെട്ട് നിൽക്കുവായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയാൻ ഗേൾസ് കുറെ പേരുണ്ട്. പക്ഷേ എൻ്റെ നിർഭാഗ്യം കൊണ്ട് അവരെല്ലാം ഒടുക്കത്തെ അസൂയയും കുശുമ്പും ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഞാൻ നല്ല ഹാപ്പിയായി നിൽക്കുന്നതോ എനിക്ക് നല്ലത് സംഭവിക്കുന്നത് കാണാനോ ഒന്നും അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അവരുമായി കമ്പനി കൂടലൊക്കെ നിർത്തി. പിന്നെ എൻ്റെ ഫാമിലി, അത് ഭയങ്കര കോമഡിയാണ്. ഇമ്മാതിരി ഫാമിലി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോശമെന്ന് പറഞ്ഞാൽ മോശം.
പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു മണ്ണുണ്ണിയാണ്, ആർക്കും എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാവുന്ന ഒരു വ്യക്തി. എന്ന് വെച്ച് അച്ഛൻ പാവത്താനൊന്നുമല്ല കേട്ടോ. പലപ്പോഴും വെള്ളമടിച്ച് വന്ന് അമ്മയുമായി പ്രശ്നമുണ്ടാക്കും. പിന്നെ ഒരു കാരണവുമില്ലാതെ എൻ്റെ തലയിലും കയറാൻ വരുമ്പോൾ അമ്മ തടസ്സമായി നിൽക്കും. എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളത് കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നേ പോയേനെ. എല്ലാം കേട്ട് രാഹുൽ അവളെ തന്നെ നോക്കി അന്താളിച്ച് നിന്നുപോയി. ഇത്രയും കാലം താനുമായി ചിരിച്ചും തമാശ പറഞ്ഞും നടന്നിരുന്ന അവൾക്ക് ഇങ്ങനെയൊരു കഥയുണ്ടാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നതല്ല. എടി, അപ്പോ പെട്ടെന്ന് രാഹുലിന്റെ ശബ്ദമിടറി. അവൻ ഒന്ന് ചുമച്ച് ശബ്ദം ശരിയാക്കിയിട്ട് പറഞ്ഞു, എടി, അപ്പോൾ നിന്റെ അച്ഛൻ ഒരു പ്രശ്നക്കാരനാണെങ്കിൽ നിനക്ക് ആരോടെങ്കിലും കംപ്ലൈന്റ് ചെയ്യാൻ മേലെ? നിന്റെ ഫാമിലിയിൽ ആരോടെങ്കിലുമൊക്കെ? അല്ലെങ്കിൽ നിയമപരമായി നീങ്ങിക്കൂടെ? അവന്റെ ചോദ്യം കേട്ട് മീനു പൊട്ടിച്ചിരിച്ചു. എന്താടി, ചിരിക്കാതെ കാര്യം പറ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ ഫാമിലി കോമഡിയാണെന്ന്. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഉഡായിപ്പുകളാണ്. പലരോടും കംപ്ലൈന്റ് പറഞ്ഞതാ, പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. കാരണം എൻ്റെ അച്ഛനാരാ മോൻ? പുള്ളി പുലിയല്ലേ പുലി. ആളുകളുടെ മുന്നിൽ പകൽമാന്യനായി നിൽക്കും, അതോടെ ആളുകൾ ഫ്ലാറ്റ്. പിന്നെ അങ്ങേരെ കാണാനും എൻ്റേതുപോലെ വെളുത്ത് സുന്ദരക്കുട്ടപ്പനായതുകൊണ്ട് ആരും അത്ര പെട്ടെന്ന് തെറ്റ് പറയുകയുമില്ല. കണ്ടാൽ നല്ല മാന്യനായ പാവം വ്യക്തി. പക്ഷെ പുള്ളിയുടെ ഭാര്യയും മോളും അത്ര ശരിയല്ല, മോശം സ്വഭാവമാ എന്നേ എല്ലാവരും പറയത്തുള്ളൂ. ആ പിന്നെ എനിക്ക് അങ്ങേരെ വളഞ്ഞ വഴിയിൽ കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല കേട്ടോ. പിന്നെ ഞാൻ മോശം പരിപാടി കാണിക്കാറില്ല, ഇനി കാണിക്കാനും ഉദ്ദേശമില്ല. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. എല്ലാം കേട്ട് രാഹുൽ സ്തംഭിച്ച് നിൽപ്പായിരുന്നു. നീ എന്താടാ പ്രതിമ പോലെ നിൽക്കുന്നേ? നടക്കടാ, കറങ്ങാൻ പോകണ്ടേ? അവൾ ഒരു ചിരിയാലെ പറഞ്ഞു. എടി, അപ്പോൾ നിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ ആൺപിള്ളേർക്കാണ് ഉണ്ടാവാറ്. കാരണം പലപ്പോഴും സമൂഹം ആണുങ്ങളോട് പരുക്കൻ സമീപനമായിരിക്കും. ഞാൻ ഒരു ബുക്കിൽ വായിച്ചതാണ്. ഇതിപ്പോ ഒരു പെൺകുട്ടിയായി നിനക്ക് ഇങ്ങനെ, ഹോ, നിന്റെ ലൈഫ് ഇങ്ങനെ ആയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. രാഹുൽ പറഞ്ഞത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ, എനിക്കില്ലല്ലോ ഇത്രയും വിഷമം. അവൾ ഒരു ചിരിയോടെ അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചായിരുന്നു. ഷേ, രാവിലെ തന്നെ ആകെ ടെൻഷനായല്ലോ. ഇനി ഏതായാലും നമുക്കൊന്ന് കറങ്ങി എൻജോയ് ചെയ്തിട്ട് വരാം. നീ വാടി. അവൻ അവളുടെ കൈയും പിടിച്ച് നടന്നു. അപ്പോൾ അവൾ ഒരു ചിരിയാലെ അവനെ നോക്കി. എടാ, ഇപ്പോൾ നമ്മുടെ പോക്ക് കണ്ടാൽ കപ്പിളാണെന്നേ പറയൂ അല്ലേ? അവളുടെ ചോദ്യം കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നല്ല, ആളുകൾ എന്ത് വേണേലും കരുതട്ടെ, നീ എൻ്റെ മുത്തല്ലേ പൊന്നെ. എടാ, സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ പേടിച്ച് ടെൻഷനടിച്ച്, എന്നാൽ പുറമേ ധൈര്യം കാണിച്ച് ജീവിക്കുകയായിരുന്നു. പക്ഷെ നീ എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയത് കണ്ടപ്പോഴാ എൻ്റെ മനസ്സിൽ ഒരാശ്വാസമൊക്കെ തോന്നിയത്. നിനക്ക് എന്നോട് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാ ഞാനൊന്ന് മനസ്സ് തുറന്ന് സന്തോഷിച്ചത്. പക്ഷെ ആ സന്തോഷം ഇനി അധികകാലം ഉണ്ടാവില്ല അല്ലടാ, അതെനിക്കറിയാം. ഏ, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? രാഹുൽ സംശയത്തോടെ അവളോട് ചോദിച്ചു. എടാ, അതെനിക്കറിയാം, നീ എന്നെ ഒഴിവാക്കാൻ പോകുവാണെന്ന്. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി അവിടെ നിന്നു. അവൻ അവളെ തന്നെ നോക്കി. എടാ, അത് സാരമില്ലടാ, എനിക്കറിയാം ഇനി നീ വേറെ ആളെ പ്രേമിക്കുമെന്ന്. അപ്പോൾ നീ എന്നും രാവിലെ ഇതുപോലെ എനിക്ക് വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുന്നത് ഇല്ലാതാവും. പിന്നെ നീ അവളുടെ കാര്യം മാത്രം നോക്കും. എടാ, എന്നാലും നിനക്ക് എന്നെ ഒഴിവാക്കാതിരുന്നോടെ? ബെസ്റ്റിയും തേങ്ങയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, എനിക്ക് വേറെ ആരുമില്ലടാ, ഇടയ്ക്കിടെ ഇങ്ങനെ കാണാനും സംസാരിക്കാനും. അത്രയും പറഞ്ഞ് അവൾ നിർത്തി വേഗം മുഖം തിരിച്ച് അവൻ കാണരുത് എന്ന രീതിയിൽ കർച്ചീഫ് കൊണ്ട് പതിയെ കണ്ണുകൾ തുടച്ചു. പിന്നെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ വാ പോകാം, നമുക്കാദ്യം ഒരു സിനിമയ്ക്ക് പോയാലോ? പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോകാം കേട്ടോ. ആ, നിന്റെ കയ്യിൽ കാശൊന്നും കാണില്ല എന്ന് എനിക്കറിയാം, കാശൊക്കെ ഞാൻ കൊടുത്തോളാം, നീ വാ. അതും പറഞ്ഞ് അവൾ അവൻ്റെ കൈയും പിടിച്ച് നടന്നു. അവൻ സ്തബ്ധനായി അവളെ തന്നെ നോക്കിക്കൊണ്ട് കൂടെ നടന്നു. തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ, താൻ സാധാരണ ചെയ്തു വരുന്ന ഈ പ്രവൃത്തി ഇവളെങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത് എന്നായിരുന്നു അപ്പോൾ അവൻ്റെ ചിന്ത. മാത്രവുമല്ല, ഇതുവരെ അറിയാതിരുന്ന
മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു മീനുവിനെയാണ് താനിപ്പോൾ കണ്ടത്. അവളുടെ ജീവിതമാണ് താനിപ്പോൾ കേട്ടത്. എല്ലാം കൊണ്ടും രാഹുലിന്റെ മനസ്സ് ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടപ്പായിരുന്നു.